ട്രെൻഡിങ് ആയി സ്വയം അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം വൈറലാകാന്ന് പറഞ്ഞ ഒരു മാക്സിമം കുറച്ച് ദിവസം അല്ലേ, അത് കഴിഞ്ഞ് പിന്നെ ആ ട്രെൻഡ് കഴിഞ്ഞ്. ഹലോ ചങ്ങായിമാരെ, കൊല്ലം സുധിച്ചേണ്ട ഭാര്യ രേണുസുധിയുടെ ചാനലിൽ ഞാൻ മെഗാ ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണാനിടയുണ്ടായിരുന്നു. 500 രൂപയുടെ കൂപ്പൺ എടുത്ത് തന്നെ വീടും കാറും ബൈക്കും കോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സമ്മാനങ്ങളാണ് അവർ പറയുന്നത്. ഇത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ലക്കി ഡ്രോയും കൂപ്പൺ ഉടായ്പൊക്കെ നമുക്ക് കണ്ടതാണ്. ജനങ്ങളെ ഒരുപാട് പേരെ ഊമ്പിച്ചത് നമ്മൾ കണ്ടാണ്. ഇപ്പൊ അടുത്തതായിട്ട് മറ്റൊരാൾ വന്നിരിക്കുന്നു. ഇതുപോലെ കുറെ എണ്ണം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരും. ഇതൊന്നും മനസ്സിലാകാതെ, അതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ കുറെ പേര് അതുവരുടെ ഈ ഉടായ്പയിൽ പോയി ചാടുകയും ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ നമ്മുടെ ഈ നിയമവ്യവസ്ഥ കഴിയുന്നില്ല എന്നതാണ് ഇതുപോലുള്ള ഉടായ്പകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടിവെട്ടുമ്പോ മണ്ണിരകൾ ഇങ്ങനെ പൊന്തി വരും എന്ന് പറഞ്ഞിട്ടല്ലേ, ഇതുപോലെ പൊന്തി വരാൻ കാരണമാണ് ഇത്ര നാൾ കേരളത്തിന് പുറത്തുള്ള വീടും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയുള്ള ലക്കി ഡ്രോ ആണ്. ഇതിപ്പോ രേണുസുധി നിങ്ങൾ മലപ്പുറത്ത് ഒരു സ്ഥലത്തെ ഒരു വീടും കാറും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും മെഗാ ലക്കി ഡ്രോയുടെ ആ വീഡിയോ രേണുസുധി ഷെയർ ചെയ്തേക്കണം, നമുക്ക് കണ്ടു നോക്കാം. തുടർന്ന് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും രേണുസുധിയുടെ ആ മെഗാ ലക്കി ഡ്രോയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. മലപ്പുറത്ത് വണ്ടൂരാണ് ഈ വീട് എന്ന് പറയുന്നത്, റോഡ് സൈഡിലാണെന്ന് പറയുന്നുണ്ട്. ആരുടെ വീട്, എന്തിനു വേണ്ടി, ഇതൊന്നുമില്ല. ഈ പറയുന്ന കാതർ കരിപ്പോടിയുടെ ആവട്ടെ, ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞാന്റെ ആവട്ടെ, ഇവരൊക്കെ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞുണ്ട്. ഒന്ന് അസുഖത്തിന്റെ പേരിൽ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും രേണുസുധി ഈ പറയുന്ന പോലെ തന്നെ കടബാധ്യതകൾ കൊണ്ടാണ് ഈ ലക്കി ഡ്രോ വെച്ചേക്കണമെന്നോ ക്യാൻസർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു മാരക രോഗങ്ങളുടെ ചികിത്സക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ലക്കി ഡ്രോ വെച്ചേക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചിട്ടില്ല. എന്തായാലും ഈ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായെന്ന് വെച്ചാൽ ഇത് ജനങ്ങൾ ഓൺലൈൻ വഴി തെരഞ്ഞെടുക്കുന്നു എന്നാണ് പറയുന്നത്. അത് എങ്ങനെയെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഈ പറയുന്ന ലക്കി ഡ്രോയുടെ ഈ കൂപ്പൺ എടുക്കുന്ന എല്ലാ ജനങ്ങളും കൂടിയിട്ടാണോ ഒരാളെ സെലക്ട് ചെയ്യുന്നത് അറിയില്ല. കാരണം ഇവർ പറഞ്ഞേക്കണ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞോളെ, ഇലക്ഷനൊക്കെ പറയാം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കും എന്നാണ് പറഞ്ഞേക്കണത് ഇതിന്റെ വിന്നേഴ്സിനെ. അത് എങ്ങനെയാണെന്നുള്ളതിനെ കാര്യവും എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇതേപോലെ നോക്കിയപ്പോഴാണ് ഈ പറയുന്ന രേണുസുധിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയുണ്ടായിരുന്നു, ന്യൂസ് 18 അതിൽ രേണുസുധിയുടെ ഇന്റർവ്യൂയുടെ തംബ്നെയിൽ തന്നെ എനിക്ക് വളരെ രസകരമായിട്ടാണ് തോന്നിയത്. അത് പറഞ്ഞിരിക്കുന്നത്, ഞാനിടുന്ന ഡ്രസ്സുകൾ പോലും ഇരുന്ന് വാങ്ങിയതാണ്, പരിഹസിക്കുന്നവർക്ക് എന്നെ കുറിച്ച് എന്തറിയാം. ഇങ്ങനെ ഒരു തംബ്നെയിലാണ് ന്യൂസ് 18 രേണുസുധിയുടെ ഒരു ഇന്റർവ്യൂ വന്ന് കാണാനിടയുണ്ടായിരുന്നു. അതിൽ രേണുസുധി ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ ഒരു കാര്യം രേണുസുധി പറയാനുണ്ടായിരുന്നു, പൈസയെ കുറിച്ചിട്ട്, പണത്തിനെ കുറിച്ചിട്ട്, ചെലവുകളെ കുറിച്ചിട്ട്, കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടൊക്കെ പറയാതായിട്ട് തോന്നിയിരുന്നു. അതിൽ എനിക്ക് തോന്നിയ ഒറ്റ ചോദ്യമുള്ളൂ, ഈ പറയുന്ന ലക്കി ഡ്രോയുടെ ഈ പറയുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ ആരുടെ എന്തിനു വേണ്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളെ വിശ്വസിക്കുന്നവരും പിന്നെ പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവർ, ഒരു വീട് സ്വപ്നം കാണുന്നവൻ, വണ്ടി സ്വപ്നം കാണുന്നവർ, പൈസ ക്യാഷ് എല്ലാം സ്വപ്നം കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ സ്വപ്നത്തെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തെ മുതലെടുക്കുകയാണ് ഇതുപോലെയുള്ള ഓരോ പരിപാടി അല്ലെങ്കിൽ ഓരോ ഉഡായിപ്പുകളുമായിട്ട് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ. സെലിബ്രിറ്റികളാണ്. എങ്ങനെയാണ് സെലിബ്രിറ്റി ആവുന്നത്? ജനങ്ങൾ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ തന്നെയാണ് വായിൽ വിരലിടിപ്പിക്കുന്ന പരിപാടിയാണ് ഇതുപോലെയുള്ള മൊയന്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് കഴിയുന്നില്ല. ശരിയാണ്, ഒരു 500 രൂപയ്ക്ക് ചിലപ്പോൾ ഭാഗ്യത്തിന് ഒരു വീട് കിട്ടിയാലോ, ഭാഗ്യത്തിന് ഒരു കാർ കിട്ടിയാലോ, ബൈക്ക് കിട്ടിയാലോ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഓരോരുത്തരും ഇതിൽ പോയി ചാടുന്നത്. ഞാൻ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചതാണ്, ഒരു 500 ഇട്ട് നോക്കിയാലോ ചിലപ്പോൾ കിട്ടിയാലോ എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹങ്ങളാണ് ഇവർ ഈ പറയുന്ന സമ്മാനങ്ങളായി കാണിക്കുന്നത്. എന്നാലോ പാണ്ടിക്കാട് കുഞ്ഞോന്റെ വീഡിയോ നമ്മൾ കണ്ടതാണ്, എങ്ങനെയാണ് നറുക്കെടുത്തത്, ആർക്കാണ് കിട്ടിയത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ വാർത്തയും അതിന്റെ ന്യൂസുകളും അതിന്റെ പ്രശ്നങ്ങളും തീരുന്നേക്കാളും മുമ്പാണ് അടുത്തൊരു ഉടായ്പകളുമായിട്ട് മറ്റുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അത് രേണുസുധിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ രേണുസുധി പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിൽ കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ലക്കി ഡ്രോയുടെ വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഉടായ്പ കണ്ടപ്പോൾ എനിക്ക് ആ ഇന്റർവ്യൂ പറഞ്ഞ ചില കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ന്യൂസ് 18 വന്ന ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ കണ്ടുനോക്കാം. വൈറലാവുക എന്ന് പറയുന്നത് അത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ ട്രെൻഡിങ് ആയി സ്വയം അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം വൈറലാകാന്ന് പറഞ്ഞ ഒരു മാക്സിമം കുറച്ച് ദിവസം അല്ലേ, അത് കഴിഞ്ഞ് പിന്നെ ആ ട്രെൻഡ് കഴിഞ്ഞ് അടുത്ത ആള് വരും. ഇത് വെച്ചാല് ഒരു റീല് ചെയ്തതിനെ തുടർന്ന് ദാസന കോഴിക്കോടുമായിട്ട് ചാന്ത് കുടഞ്ഞൊരു സൂര്യന്
അതൊന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടത് ഔട്ട് പറഞ്ഞു. പിന്നെ വൈറലായോ എയറിലാണോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ഇന്നീ നിമിഷം വരെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അതും ഇതും എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും എല്ലാം രേണു സുധി എന്ന് പറയുന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് യൂട്യൂബിൽ എവിടെയാണല്ലോ ഉണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നാലോ അല്ലെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെടുക, ഇൻസ്റ്റാഗ്രാം തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ വേണ്ട ഫേസ്ബുക്ക് തുറന്നാലോ ഈ ഒരു കണ്ടന്റിന് വ്യൂസും കൂടുതലാണ്. രേണു സുധി പേര് മതി, വ്യൂസും കൂടുതലാണ്, കമന്റ്സും കൂടുതലാണ്, എല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നു. കണ്ടില്ലേ, എവിടെ നോക്കിയാലും രേണുസുതിയാണ് നെഗറ്റീവ്. ഈ നെഗറ്റീവ് വെച്ചിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചിട്ടാണ് രേണുസുതി എന്ന് പറയുന്ന ഈ രേണു മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഇപ്പോൾ ഈ നെഗറ്റീവ് ആണെങ്കിൽ പോലും അവർ ഈ പറയുന്ന റീച്ച് ആവുന്നുണ്ട്. അവരോരോ വീഡിയോസും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ ആൾക്കാരുണ്ട്. അത് നല്ല ഉദ്ദേശത്തോടെ പോസിറ്റീവ് ആയതുകൊണ്ടല്ല അവർക്ക് ഇത്ര റീച്ച് കിട്ടുന്നു. അവർ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിട്ട വീഡിയോസിന് ആദ്യത്തെ ദിവസം 3 മില്യൺ, രണ്ടാമത്തെ ദിവസം 4 മില്യൺ ആയിരുന്നു. അതിൽ കമന്റുകൾ നോക്കിയാൽ തന്നെ അറിയാം ഏകദേശം ഒരു 60-75% അവർക്ക് നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ പലതും നെഗറ്റീവായിട്ടാണ് അവർക്ക് ഭവിക്കുന്നത്. അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുകയാണ്. കാരണം അതുകൊണ്ടാണ് അവർക്ക് റീച്ച് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഇത്രത്തോളം നെഗറ്റിവിറ്റി വന്നുകൊണ്ടാണ് ഇതുപോലെ വീടിൻ്റെ അല്ലെങ്കിൽ ഇതേപോലെ ഉഡായ്പകളിലും അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരെ വിളിച്ചിരിക്കുന്നത്. കാരണം അവർ ചെയ്യുന്ന വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ട്. അത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അവരുടെ ആ അവസരം അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും അവർ ആ രീതിയിൽ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ഇന്റർവ്യൂവിൽ തന്നെ രണ്ടാമത് അവർ പറയുന്ന കാര്യം കേട്ട് നമുക്ക് മനസ്സിലാവും. കണ്ടന്റിന് അപ്പുറത്തേക്ക് രേണു സുധിയാണ് ഇതിനകത്ത് കൂടുതലാവുന്നത്. അത് ശരിക്കും അത് സുഖമുള്ള കാര്യമാണ്. സുഖമുള്ള കാര്യമാണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭയങ്കര സത്യമല്ലെന്ന് നമുക്ക് പറയാം. എഴുതുന്നവർക്ക് എഴുതി പിടിപ്പിക്കുന്നവർക്ക് പറയാം. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്താ സംഭവം, ഈ ഒരാളെ ഉള്ളോ ഈ സോഷ്യൽ മീഡിയക്കകത്തോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് വരാൻ ഈ രേണുസുതി മാത്രമേ ഉള്ളോ എന്ന് ഞാൻ ചിന്തിക്കും. വേറെ എത്രയോ ആൾക്കാരുണ്ട്, അവർക്കാർക്കും ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ആദ്യം വല്ലാതെ ഒന്ന് വിഷമിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് വല്ലാതെ ഇതങ്ങ് ഫേസ് ചെയ്യാം എന്ന് തീരുമാനിക്കും. ബോൾഡായിട്ട് മറുപടി പറയാം. പിന്നെ ആ മറുപടികളുടെ ഒരു ബഹളായിരുന്നു. അങ്ങനെ ഒരു അല്ല, നമ്മൾ കുറെ നെഗറ്റീവ് നോക്കുന്ന എല്ലാം നെഗറ്റീവ്സ് ആണ്. നെഗറ്റീവ്സ് ഞാൻ ഓരോ കാര്യത്തിൽ പറയുന്നത് നെഗറ്റീവ്സ് എല്ലാം എനിക്ക് ഓരോ അവാർഡ് പോലെ അല്ലെങ്കിൽ പൂമാല പോലെയാണെന്ന് പറയുന്ന സത്യമാണ്. കാരണം അത് എന്തായാലും പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഈ നെഗറ്റീവ് ഇടുന്ന മിക്ക ഫേക്കുകളാണ്. എന്നെ അത്ഭുതപ്പെടുന്ന വേറെ കാര്യം പെണ്ണുങ്ങൾ തന്നെയാണ്. ഞാൻ പ്രൊഫൈൽ നോക്കുമ്പോൾ ശരിയാണ് പെണ്ണുങ്ങളുടെ പ്രൊഫൈലിൽ നിന്നാണ്. അപ്പൊ ഞാൻ ആലോചിക്കും അവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല. അവര് കിടന്ന് സോഷ്യൽ മീഡിയ കാണിക്കുന്നുണ്ട്. കൂടി വന്ന 200 പേര് കാണും അല്ലെങ്കിൽ 10 പേര് കാണും, അവരുടെ വീട്ടുകാരും കുടുംബക്കാരും. ഇതെന്ന് വെച്ചാൽ ലോകം മുഴുവനും എന്താ ഉള്ള മലയാളികൾ ഉണ്ടെങ്കിൽ അവർ കാരണം ഞാൻ എന്നെ പൊക്കി പറഞ്ഞല്ല, മിനിഞ്ഞാന്ന് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു റീൽ ഇട്ടതാണ്, ഒരു ഡാൻസ് വീഡിയോ. വൈകിട്ടായപ്പോ 4 ഇന്നലെയാണ് മിനിഞ്ഞാന്ന് 3.5 മില്യൺ, ഇന്ന് 4 മില്യൺ വ്യൂസ് ആണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതത്തോട് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഈ നെഗറ്റീവ്സ് എല്ലാം ഞാൻ പറഞ്ഞു വന്ന ഈ നെഗറ്റീവ്സ് കിട്ടി ഞാൻ സത്യം പറഞ്ഞ എന്റെ മനസ്സ് കല്ലായി തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം എന്റെ തല പോകുന്ന കാര്യം രേണുസുതി ഉറച്ചുപോയി. ഇനി നെഗറ്റീവ് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനമായി. ഇപ്പൊ ഈ പറയുന്ന കൂപ്പന്റെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അവർക്കറിയാം അവർക്ക് നെഗറ്റീവായിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നു, നെഗറ്റിവിറ്റി ഒരുപാട് വരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൂപ്പൺ ഉടായ്പകളുമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളും കേസുകളും കാര്യങ്ങളും ഒക്കെ രേണുസുതിക്കൊന്നും അറിയാത്തതൊന്നല്ല. ഈ രേണുസുതി കൂടെ വീഡിയോ ചെയ്ത പ്രദീപ്, അങ്ങനെയാണ് ആ ചങ്ങായിയുടെ പേര് തോന്നി, ആ വ്യക്തിയൊക്കെ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അത് വെച്ച് അവർ മുതലെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ രേണുസുതിനോടും ഈ വീഡിയോ ചെയ്ത പ്രദീപിനോടോ അല്ലെങ്കിൽ പാണ്ടിക്കാട് ആ വ്യക്തിയോടൊന്നല്ല ചോദ്യം ചോദിക്കാനുള്ളത്. ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയോടാണ് ചോദിക്കുന്നത്. നമ്മുടെ നിയമത്തിന് എതിരാണ് ഇതുപോലെയുള്ള ഉഡായിപ്പ് കൂപ്പൺ ആവട്ടെ അല്ലെങ്കിൽ ഇതേപോലെ ലക്കി ഡ്രോ ആവട്ടെ, ഇതൊക്കെ നമ്മുടെ നിയമത്തിനെതിരാണ്. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ, നമ്മുടെ നിയമവ്യവസ്ഥ ഇതിന് മുന്നിൽ കണ്ണടക്കുകയാണെങ്കിൽ ഇത് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ചെയ്യുന്നവരെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചോദ്യം ചെയ്യുന്നതിനൊക്കെ പകരം ഇതുപോലെ ഉഡായ്പകളിൽ പോയി ആരും ചാടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇതുപോലെയുള്ള ഉഡായ്പകളിൽ പൈസ മുടക്കാൻ ആളുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഉഡായ്പകൾ ഇവർ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരാൾ ലക്കി ഡ്രോയ് വെക്കണം, അവരാ ഈ പറയുന്ന ഒരു വീട്, അതേപോലെ തന്നെ കാറ്, ജീപ്പ്, ഭണ്ഡാരം, ഈ സാധനങ്ങളൊക്കെ അവര്
ലക്കി ഡ്രോ ഒക്കെയാണ്. അവരൊരു ഡേറ്റ് പറയണം. ഇപ്പൊ ഈ ലക്കി ഡ്രോക്ക് അവർ ആഗസ്റ്റ് 15 പറയുന്നെങ്കിൽ വേറൊരു ലക്കി ഡ്രോക്ക് അങ്ങനെ പല ഡേറ്റ് ആണ് പറയുന്നത്. അവർ വിചാരിച്ച അത്രയും കൂപ്പൺ പോയിട്ടില്ലെങ്കിൽ, അവർ വിചാരിച്ച അത്ര പൈസ അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഡേറ്റ് വീണ്ടും അടുത്ത ടൈമിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. മനസ്സിലായി? അപ്പം അവർക്ക് വേണ്ട പൈസയാണ്. ആ പൈസക്ക് വേണ്ടിയാണ് അവർ ഇതുപോലുള്ള ലക്കി ഡ്രോ വെക്കുന്നത്. അതല്ലാതെ ഒരിക്കലും ഈ പറയുന്ന സാധാരണക്കാരനെ നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊരു 500 രൂപ കൊടുത്തിട്ടുള്ളൂ, എനിക്കിപ്പോ ആ ലക്കി ഡ്രോയിൽ ആ ഒരു വീട് കിട്ടിയില്ലെങ്കിൽ 500 രൂപ പോയുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളൊരാൾ 500 വെക്കുമ്പോൾ അതേപോലെ 8000 പേരുടെ 500 രൂപയും 8000 പേരുടെ 1000 രൂപയാണ് ഇതേപോലെ ലക്കി ഡ്രോ വെച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, നേടുന്നത്. ഇപ്പൊ നമ്മുടെ ഇത് രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ 3 കോടി ജനങ്ങളിൽ മേലുണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെ എന്തുകൊണ്ട് ഒരു കണക്കെൻ്റെ മൈൻഡിൽ കിടക്കണം. അത്രയും ആൾക്കാർ 1 രൂപ വെച്ച് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ നമ്മുടെ ഓരോരുത്തരുടെ കയ്യിൽ 3 കോടി 300 കോടിയൊക്കെ വെച്ച് കാശുണ്ടാവും. മനസ്സിലായില്ലേ? അതൊരു സ്കാമ് പോലെയാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാ മലയാളികളോടും ഞാൻ പറയുകയാണ്, എൻ്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എനിക്കൊരു 5 രൂപ വെച്ച് അല്ലെങ്കിൽ ഒരു 10 രൂപ വെച്ച് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തരുമോ. ഈ ഒരു 10 രൂപ ഒരു 5 രൂപ എന്ന് വെച്ചാൽ ആർക്കും ഒരു വലിയൊരു തുകയല്ല സത്യം പറഞ്ഞത്. പക്ഷേ ഇത്രയും പേരുടെ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നതിന് ഞാൻ റിച്ചാണ്. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ ഒരുപാട് പേരിൽ നിന്നും കുറച്ച് മോഷ്ടിച്ചിട്ട് പണക്കാരനാവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് ഇതുപോലുള്ള ലക്കി ഡ്രോ ഒക്കെ ചെയ്യുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉഡായിപ്പുകൾ. അതാദ്യം മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ അവരെ സ്നേഹിക്കുന്നവരെ, ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ല, ഈ രേണുസുതി ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പാണ്ടിക്കാടാവട്ടെ കാതർക്കാവട്ടെ, ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി എന്താ പറയുക, അവരെ ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നവരെ ചതിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അവരെ കഷ്ടപ്പാടിനൊക്കെ ചതിച്ച് അല്ലെങ്കിൽ അവരെ ചോര നീരാക്കി അവരെ ഒരു ദിവസത്തെ വിയർപ്പ് പോലും വലിച്ചെടുക്കുന്ന നികൃഷ്ടമായ ജന്തുക്കളെ പോലെ നമ്മൾ ഇവരെ കാണണം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഉടായ്പകളിൽ ആരും പോയി വീഴാതിരിക്കുക. ഇത്രമാത്രം പറയുന്നുള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.